ഒളിമിന്നൽ പോൽ നീ അരികിൽ വന്നെന്റെ ആത്മാവിൽ വന്നു പകരണേ. ചക്കുള തമ്മേ ലോകമാതാവേ ശരണമേ. ചാനലൊന്നും മാറിയിട്ടില്ല, ഇത് ഞങ്ങൾ തന്നെയാണ്. കുറച്ച് ഭക്തിയൊക്കെ ഇരിക്കട്ടെ, എന്നും നമ്മളെ ഗുണ്ടുവിനെയും നമ്മളെ വിശേഷമൊക്കെ ഇല്ലേ. സംഭവം ഇത് ഞങ്ങളുടെ ഭവന പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ അമ്പലത്തിൽ മാത്രമേ ഞാൻ ഇത് കണ്ടു വന്നിട്ടുള്ളൂ, വേറെ അങ്ങനെ അമ്പലത്തിലൊന്നും കണ്ടിട്ടില്ല. ശനി ഞായറോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ ആരാണോ വീട്ടിൽ വെക്കുന്നത് അവരുടെ അനുസരിച്ച് എന്ത് ചെയ്യും, അവർ പറയും. അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ മെസ്സേജൊക്കെ വരും, ഇന്ന വീട്ടിൽ ഇന്ന ഭജനയുണ്ട് ഇത്രയും തീയതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് എന്താ പറയുക, ഇതുപോലെ പോയി വിളക്കൊക്കെ കത്തിച്ച് നാമം പറയും. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ എടുക്കും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ പോരും. ഇന്ന് പിന്നെ അമ്പലത്തിലും കൂടെ കയറിയിട്ടുണ്ട്. സംഭവം അമ്പലം അടുത്തായിരുന്നു. ഇത് ഞങ്ങളുടെ ശാന്തമ്മ ടീച്ചറിൻ്റെ വീട്ടിലായിരുന്നു ഇന്നത്തെ നാമം. അങ്ങനെ ഞാൻ എപ്പോഴും മടിയായിട്ടോ, ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ പോകാറൊന്നുമില്ല. പിന്നെ അമ്മ എന്നെ എപ്പോഴും നമ്മൾ ഭക്തി എന്നുള്ളൊരു ഇത് നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അമ്പലത്തിൽ പോയില്ലെങ്കിൽ നമ്മൾ നാമത്തിന് പോകാറുണ്ട്. അതാണ് ഒരു എന്താ പറയുക, നമുക്ക് കുറച്ച് നേരം നമുക്ക് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു കാര്യമാണ് എല്ലാവരും ആയിട്ടിരുന്ന് ഇങ്ങനെ നാമം പറയുമ്പോഴേ. അതുകൊണ്ട് കൂടുതലും ഞാൻ അമ്പലത്തിൽ പോണേക്കാൾ നാമത്തിനാണ് പോകുന്നത്. അപ്പം ഇതുപോലെ നാമം പറയുകയും എല്ലാവരുമായിട്ട് ഒന്ന് ഒത്തുകൂടലും ഒക്കെ കഴിഞ്ഞിട്ട് പോവും. പിന്നെ ഇതുള്ളത് കൊണ്ടൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ കൊച്ചിലെ തൊട്ട് നമുക്ക് പ്രാർത്ഥനകളും നമുക്കങ്ങനെ സൺഡേ ക്ലാസ്സോ മറ്റേ അങ്ങനത്തെ ക്ലാസ്സുകളൊന്നും ഇല്ലല്ലോ. അപ്പം ഇത് അമ്പലത്തിൽ പണ്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓരോ രാമായണത്തിൻ്റെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു തരാനൊക്കെ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒരു അമ്പലത്തിൽ. നമ്മൾ നേരെ തൊഴുന്നു, ഭഗവാനെ കാണുന്നു, നമ്മളെ പരിഭവവും വിഷമവും ഒക്കെ പറയുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയാണല്ലോ. അപ്പം ഇതാകുമ്പോൾ കുഞ്ഞു പിള്ളേർക്ക് വരെ നമുക്ക് കൊച്ചിലേ തൊട്ട് നാമം പഠിപ്പിച്ചു കൊടുക്കാനും അവർക്ക് പെട്ടെന്ന് ഒരു നാമം പറയാനും ഒക്കെ പറ്റും. പിന്നെ ഇത് പോയതിനു ശേഷം ഒരു ചായയും നമുക്ക് അവർക്ക് പറ്റുന്ന രീതിക്ക് എന്തെങ്കിലും അവർക്ക് കൊടുക്കും. പിന്നെ ക്ഷേത്രം അടുത്തായപ്പം നമ്മൾ ക്ഷേത്രത്തിലും വന്നു. ഇത് ആ റെഡ് ഷർട്ട് ഇട്ടത് ടീച്ചറിൻ്റെ ഭർത്താവാട്ടോ, ഇവിടുത്തെ സെക്രട്ടറി പ്രസിഡൻറ്റോ ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതു, കുറച്ച് നേരം ഇങ്ങനെ അവിടെ വന്നിരുന്നു. പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഗൈസ്. പിന്നെ എന്തൊക്കെ പറയണമെന്നൊന്നും അറിഞ്ഞുകൂടാ എനിക്ക്. ഈ അമ്പലത്തിൽ പോണ കേസൊക്കെ പറയുമ്പം എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. എല്ലാവരും അമ്പലത്തിൽ പോവുകയാണല്ലോ. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ ചന്ദ്രൻ വന്നിട്ടുണ്ട്. ആള് നേരത്തെ വന്നെന്ന് തോന്നുന്നു, സന്ധ്യ ആയപ്പോഴേ ആള് വന്നു. അപ്പം ആ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് നമുക്ക് അമ്പലത്തിൽ പോകുമ്പം ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടാനല്ലേ. അപ്പം അതൊരു വളരെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ആണ് ഞങ്ങൾ വീട്ടിൽ പോയത്. കാരണം അമ്പലത്തിൽ പോയാൽ കുറച്ച് നേരം ഇരിക്കണമെന്നാണ് അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ അമ്മ അവിടെ ആദ്യത്തെ പൂജ തൊഴുതിട്ട് ഇറങ്ങി വന്ന് കുറച്ച് നേരം ഇരിക്കുകയാണ് എല്ലാവരുമായിട്ട്. കാരണം നമ്മൾ കുറച്ച് ഇരുന്നിട്ട് വീട്ടിൽ പോന്നു. വീട്ടിൽ പോന്നപ്പോൾ ഗുണ്ടപ്പൻ്റെ വിഷമം, എന്നെയും കൊണ്ടുപോയില്ലല്ലോ, എവിടെ പോയതാ എന്നൊക്കെ പറഞ്ഞിട്ട് ആളിവിടെ ഇരിപ്പുണ്ട്. എന്തൊക്കെയോ സാധനങ്ങൾ കടിക്കുന്നുണ്ട്, വീട് വൃത്തികേടാക്കുന്നുണ്ട്. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന് ഫുള്ള് കെട്ടിയിട്ട് ഗൈസ് നമ്മൾ സംഭവം ആൾ ഇറങ്ങി ഓടാൻ ശ്രമിച്ച്. അതുകൊണ്ട് പണിഷ്മെൻ്റ് ആയിട്ട് ഇന്ന് ഫുള്ള് കെട്ടിയിട്ട് കൊടുത്തു. അതുകൊണ്ട് പിന്നെ അവനറിയാം അവൻ ചെയ്ത തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ കരയൂല. അല്ലെങ്കിൽ നമ്മൾ കെട്ടിയിട്ട കടന്ന് വിളിയാണ്. നിങ്ങൾക്കറിയാലോ, എന്നെ വിളിച്ചോണ്ട് പോകും. ഞങ്ങൾ കെട്ടിയിടാറില്ല അവനെ. പക്ഷെ ഇന്നായപ്പം മയിലിനെ കണ്ട് ഇവൻ ചാടി കുളത്തിലും അവിടെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ തോട്ടം എല്ലാം മഴയും വെള്ളവും ചെളിയല്ലേ. ഇവൻ്റെ കൈ വിട്ട് ചാടിപ്പോയി. മയിലിൻ്റെ കൂടെ ഓടിയിട്ട് പിന്നെ കിട്ടിയില്ല. കിട്ടി, കുറച്ച് മിനിറ്റ് കഴിഞ്ഞ് കിട്ടി. അതുകൊണ്ട് ഫുള്ള് ചെളിയൊക്കെ അടിച്ചാണ് വന്നത്. ഇപ്പം നേരെ അവൻ പോയി ഇങ്ങനെ തുടച്ചൊക്കെ വെക്കും. ഇപ്പം ബെഡ്ഷീറ്റിലോ അല്ലെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ എവിടെയും തുണിയൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് വെക്കും. അപ്പം നമുക്കതുകൊണ്ട് ഇവനെ ഒന്ന് കുളിപ്പിച്ചിട്ടാ അല്ലെങ്കിൽ കാല് രണ്ടും കഴുകിയിട്ടൊക്കെയാണ് കയറ്റണം. പക്ഷെ ഇന്ന് കാല് മാത്രം കഴുകിയാൽ പറ്റില്ല. അവൻ്റെ വയറിൻ്റെ ഭാഗം എല്ലാം ഫുൾ ചെളിയായിരുന്നു. അതുകൊണ്ട് എന്തായാലും
കുളിപ്പിച്ചിട്ട് കയറ്റാം. വൈകുന്നേരം നിങ്ങൾ കണ്ടോണം അവനെ കുളിപ്പിച്ച് തലയൊക്കെ നന്നായിട്ട് തോർത്തി കാലും കൈയൊക്കെ തുടച്ചിട്ട് തന്നെ ഇന്ന് വീട്ടിൽ കയറ്റിയോളൂ. ഇപ്പം രാത്രി 10 മണിയായപ്പം ചേട്ടന് ചെന്ന് വിളിയുണ്ടായിരുന്നു, അച്ഛാ വരൂ എന്നപ്പം ചേട്ടൻ ഇന്നൊരു മടി, നിങ്ങൾ കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പം ഞാനും ശ്രീകുട്ടിയും കൂടി ഇവിടെ അപ്പുറം ഇപ്പുറം ഇട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒരു പോസ്റ്റിൻ്റെ അവിടെ വരെയൊക്കെ നിൽക്കും കേട്ടോ. അവിടെ ആ പോസ്റ്റിൽ പോയി ഇപ്പുറത്തെ പോസ്റ്റിൽ കൊണ്ടുവരും, ഇപ്പുറത്തെ പോസ്റ്റിൽ നിന്ന് അപ്പുറത്തെ പോസ്റ്റിൽ കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു. എന്താ അപ്പോഴേക്കും നമ്മൾ ആമിയാണോ വേറെ ഏതോ സ്ട്രേഞ്ചർ ഡോഗ് ആയതോ ഒന്നിനെ കണ്ടവേ. അപ്പം ഞങ്ങൾ അധികം നേരം നിർത്തിയില്ല. അപ്പം നോക്കിയപ്പോൾ അവന് വീണ്ടും മൂത്രമൊക്കെ ഒഴിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ രാത്രിയിലുള്ള പരിപാടി. അല്ലെങ്കിൽ ചേട്ടനാണ് കൊണ്ടുപോകും, ചേട്ടനോ ഞാനധികം പുറത്ത് അത് ദൂരോട്ടൊന്നും കൊണ്ടുപോയില്ല. ഇവിടെ അടുത്തൊക്കെ നിന്ന് മൂത്രം അവൻ തന്നെ അങ്ങ് ഒഴിച്ചോളൂ, 1-2 തവണയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ട് കയറ്റും. അതങ്ങനെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആമി വന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ല, ഇപ്പോൾ ആമിയെ തന്നെ അവൾ നോക്കുന്നത്. പിന്നെ ഞങ്ങളിവിടെ വീട്ടിനകത്തുനിന്ന് ഞാൻ കയറ്റിയില്ല അവളെ, കാരണം നമ്മൾ കയറ്റി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് പോവില്ല. അമ്മ അവിടെ കിടന്ന് ഇവിടെ വന്ന ഉടനെ ഇപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അവളെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാലേ അവൾ തിരിച്ച് വീട്ടിൽ പോകുള്ളൂ. അല്ലെങ്കിൽ റോഡിൽ അതുപോലെ നമ്മൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിലും ഒക്കെ നിന്ന് വേറെ ഡോഗുമായിട്ടൊക്കെ കടി ഓടും. അപ്പം നമ്മളധികം മൈൻഡ് ചെയ്യേണ്ട. അമ്മ ഇങ്ങനെ പരാതി പറയാൻ തുടങ്ങി, നിങ്ങൾ കൂടുതൽ മൈൻഡ് ചെയ്യണോണ്ടാണ് അവൾ ഓടി വരണത്, 5-6 ദിവസം എന്നെ അവൻ്റെ അടുത്ത് പോയി. പക്ഷേ ഇവിടെ ഗുണ്ട് സമ്മതിക്കുമോ, അവൻ്റെ അമ്മ റോഡിൽ നിൽക്കുന്നത് കൊണ്ട് ഒരേ വിളിയും ഗേറ്റ് ഇടിച്ച് പൊട്ടിക്കില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പം ശ്രീകുട്ടി വീഡിയോ ഫോണും എടുത്തുകൊണ്ട് വന്ന്. അങ്ങനെ ആമി അവിടെ നിൽപ്പുണ്ട്, ഞാൻ കിടന്ന് വിളിക്കുന്നുണ്ട് ഇങ്ങ് പോരേന്ന്. വേറെ ഒരു ഡോഗ് അവിടെ നിൽക്കണം, അതുകൊണ്ട് ഗേറ്റ് ഞാൻ തുറന്നു കൊടുത്തില്ല. സമയത്തിന് വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോയി കേട്ടാ. ഞാൻ അവളെ അധികം വീട്ടിൽ കൂടുതൽ സ്നേഹിച്ചാൽ പിന്നെ ഈ റോഡിൽ നിന്ന് വേറെ ഡോഗുകളൊക്കെ ആയിട്ടേ കടി കൂടും. അതുകൊണ്ട് ഫുഡ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വെളിയിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവളെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടും കേട്ടോ. അതാണ് ഇന്ന് തന്നെ ഇവിടെ വന്ന് നിന്നു. പിന്നെ ഞാൻ കെട്ടിയിടാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ വീഡിയോ